പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളൊരു സ്ഥലം വാങ്ങിച്ച് വീട് വയ്ക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, ആ പ്രോസസ്സിൽ ഒരാളിപ്പോൾ താങ്കൾ തന്നെ ഒരു സ്ഥലം മേടിച്ചു, താങ്കൾ തന്നെ ആർക്കിടെക്റ്റിനെ കാണുന്നു, ഒരു ഡിസൈൻ ഉണ്ടാക്കുന്നു, സാങ്ഷൻ വാങ്ങിക്കുന്നു, കോൺട്രാക്ടറെ കണ്ടെത്തുന്നു, വീട് പണിയുന്നു എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലവാക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട ഒരു 3 to 4 years സമയമായിരിക്കും. അത് നിങ്ങളുടെ കരിയറിൽ നിങ്ങളൊരു 30 കൊല്ലം അല്ലെങ്കിൽ 40 കൊല്ലം നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ 10% സമയം നിങ്ങൾ വേസ്റ്റാക്കാൻ പോകുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ അങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് അതൊക്കെ മാറി ഒരു പ്രൊഫഷണലിസം വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആൾക്കാർ വഴി ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ആ പ്രൊഡക്റ്റ് ചെയ്യാനായിട്ട് ആ ഫീൽഡിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരെ വെച്ച് ചെയ്യുമ്പോൾ അത് ലീഗലി 100% കറക്റ്റ് ആവും, അത് ടെക്നിക്കലി 100% കറക്റ്റ് ആവും, അത് ഫങ്ഷണലി 100% കറക്റ്റ് ആവും, അത് മെയിൻ്റനൻസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ 100% കറക്റ്റ് ആവും. അപ്പോൾ ഈ ആസ്പെക്റ്റുകളെല്ലാം മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു ഏജൻസിയിൽ നിന്ന് ഒരു വീട് വാങ്ങിക്കുകയാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം. ഒരു IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് എങ്ങനെയാണ് ഒരു വീട് നന്നായിട്ട് പണിയാൻ പറ്റുക? ടേസ്റ്റ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞു, ടേസ്റ്റൊക്കെ ഉണ്ടാവും, പക്ഷേ അതിൻ്റെ അവർ ചെയ്യുന്ന അവരുടെ പ്രൊഫഷണൽ കോമ്പിറ്റൻസി മാറ്റി വെച്ചിട്ട് വേറൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരു സമയം സ്പെൻഡ് ചെയ്യുന്ന പോലെയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വേറൊരു ജോബാണ്.